ഇവിടെ നമ്മുടെ രാജ്യത്ത് മോദിയുടെ ഗവൺമെൻറ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ ഗവൺമെൻറ് 10 വർഷമാവുകയാണ്. ഈ 10 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ്. ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലാണ് സംഭവിക്കുന്നത്. മതനിരപേക്ഷത അംഗീകരിക്കാത്ത RSS നേതൃത്വം കൊടുക്കുന്ന BJP അവരാണ് ഭരണം കൈയാളുന്നത്. അപ്പോൾ RSSൻ്റെ അജണ്ട നടപ്പാക്കുന്നതിലാണ് അവർക്ക് വലിയ താല്പര്യം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് RSSനെ സംബന്ധിച്ചിടത്തോളം. കാരണം RSS ജന്മം കൊണ്ടിട്ട് അടുത്ത വർഷത്തേക്ക് 100 വർഷം തികയുകയാണ്. അപ്പോൾ RSSൻ്റെ അജണ്ട തീവ്രമായി നടപ്പാക്കുക, അതാണ് ഇവിടെ BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയായാലും മറ്റ് നടപടികളായാലും എല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് നാം കാണും. ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഗീയതയെ ശക്തമായി എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. നിർഭാഗ്യവശാൽ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ചിലർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാനാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്ന ഒന്നാണ് പൗരത്വ നിയമ ഭേദഗതി. ഇതിൻ്റെ ആഘാതം എങ്ങനെയായിരിക്കും? ആസാമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കി. അവിടെ പൗരത്വമുള്ള 19 ലക്ഷത്തോളം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അത് മുസ്ലിം മാത്രമല്ല, മുസ്ലിമിനെയാണ് ഇതിലൂടെ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കാരണം ദേശീയ പൗരത്വ രജിസ്റ്റർ അംഗീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. നമ്മുടെ ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവിടം കണ്ടിട്ട് രാജ്യാകെ കാണരുത്. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കോടാനുകോടി ജനങ്ങളാണ് രാജ്യത്ത്. ചെറിയ ശതമാനമല്ല. നിങ്ങളെ അച്ഛൻ്റെ ജനനത്തീയതിയും ജനനസ്ഥലവും അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൊടുക്കണം. നമ്മുടെ ആളുകൾക്ക് തന്നെ, നമ്മളെ ആളുകളെന്ന് ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരാണല്ലോ. ആ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ഈ പറഞ്ഞ എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയാത്തവർ പുറത്താണ്. അത്തരമൊരു നിയമം ഇവിടെ നടപ്പാക്കുന്നതിൻ്റെ തുടർച്ച ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വിഭാഗത്തെ, മുസ്ലിമിനെ പൗരത്വത്തിൽ എടുക്കാൻ പാടില്ല എന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നൊരു നിയമം. അതിനെക്കുറിച്ച് കോൺഗ്രസ്സിന് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. എന്തൊരു ദയനീയമായ അവസ്ഥയാണെന്ന് നോക്കണം. ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു കാണല്ലോ. അപ്പോൾ വൈകുന്നേരമാണ് ചോദിക്കുന്നതുകൊണ്ട് രാത്രി ആലോചിച്ച് പറയാമെന്നല്ലേ പറഞ്ഞു. എത്ര പരിഹാസ്യമാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധി മറ്റേ എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചുകൊണ്ട് യാത്ര നടത്തിയ ഘട്ടമാണല്ലോ അത്.
എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചോ? ഇപ്പോഴും പ്രതികരിച്ചോ? എന്താണ് അങ്ങനെയുള്ള നിലവരുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചയുള്ള നിലപാടെടുത്തു പോവുക, വർഗീയ നീക്കങ്ങൾ എതിർക്കുക, ഇത് വളരെ പ്രധാനമാണ്. ആ നീക്കങ്ങൾ നടക്കുന്നില്ല എന്നതാണ് നാം ഗൗരവമായി കാണേണ്ടത്.